Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് കാർ ഗാരേജിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ടാണ്. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന വണ്ടികളുടെ വർക്കുകളും അതുപോലെ തന്നെ എന്തൊക്കെ വണ്ടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ ബൂത്തിലാണ്. ബൂത്തിൽ നമ്മൾ വണ്ടികളുടെ അത് ബമ്പർ ഒരു സിൽവർ ഇന്നോവയുടെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഇന്നോവയുടെയും പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു ടാക്സി വണ്ടിയാണ്. അതൊരു ടൈപ്പ് 4 വണ്ടി തന്നെയാണ്. അതൊന്ന് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനായിട്ടും ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തേക്ക് പോകുമ്പോൾ അതെ എല്ലാ വണ്ടികളും വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. നമ്മൾ ഈ ഒരു വണ്ടി തമിഴ്നാട് വണ്ടിയാണ്. ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞതാണ്. അത് പെയിൻറ്റിങ് കഴിഞ്ഞ് ഇപ്പോൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ടാക്സി വണ്ടിയായിരുന്നു. ടൈപ്പ് 2 വണ്ടിയായിരുന്നു. 2010 ഉണ്ട് മോഡൽ. അപ്പോൾ അത് ടൈപ്പ് 4ലേക്ക് മാറ്റി ഇപ്പോൾ അത് കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ആക്കുകയാണ്, ബഫിങ് ചെയ്യാനായിട്ട്, അതായത് പോളിഷിങ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതൊരു ടൈപ്പ് 4 വണ്ടിയാണ്. ടൈപ്പ് 4 വണ്ടി ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതും പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. പോളിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യാൻ നിൽക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. ഒരു ഡിസയർ പെയിൻറ്റിങ് പേൾ വൈറ്റ് അടിച്ചു. പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. അത്യാവശ്യം നല്ല രീതിയിൽ പാച്ച് വർക്ക് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ പോളിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാറ്റ് ഫിനിഷിങ്ങിലാക്കി വണ്ടി പോളിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫുൾ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം പഴയ തന്നെ ഫിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു സൈഡ് കട്ടിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് 1E7 എന്ന് പറഞ്ഞ ഒരു സിൽവർ കളറാണിത്. ഇന്നോവയ്ക്ക് പറഞ്ഞ സിൽവറാണ് കേട്ടോ. വൈറ്റ് സൈഡ് കൂടുതലായിട്ടുള്ളൊരു സിൽവറാണ്. അടുത്തത് ഇതേപോലെ തന്നെ നമ്മളൊരു ഡിസയറാണ്. അത് ബോഡി ഷേപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഈ ഒരു ഫെൻഡർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡാമേജാണ്. അതിൻ്റെ പാർട്സ് റിമൂവും കാര്യങ്ങളെല്ലാം ചെയ്യണേ, പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെയാണ് വർക്കിങ്. ഇത് അവിടെ പൂണ്ടോ വണ്ടി വർക്കെല്ലാം കഴിഞ്ഞു. വാഷിങ്ങിനും വേണ്ടി നിൽക്കണം. അതുപോലെ തന്നെ ഗ്ലാസ് ക്ലീനിങ്ങും ബീഡിങ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി വാഷിങ്ങിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. വണ്ടി എല്ലാ വർക്കും കഴിഞ്ഞു. പെയിൻറ്റിങ്ങും റബ്ബിങ്ങും കഴിഞ്ഞു. ഇനിയിപ്പോൾ വാക്സ് ഇടാൻ ബാക്കിയുണ്ട്. അങ്ങനെ കാര്യങ്ങൾ. ഇതൊരു സിൽവർ കളർ വണ്ടിയാണ്, ഇന്നോവ. അത്യാവശ്യം ഡെൻ്റ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബോഡി ഷേപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈഡ് ഏകദേശം കഴിയാറായി. ഫ്രണ്ട് സെറ്റ് ചെയ്യണം, പ്രൈമർ അടിക്കണം. ആ രീതിയിലാവാണ്. മഹേന്ദ്ര സ്കോർപ്പിയോ പ്രൈമർ കോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ പാർട്സ് റിമൂവ് ചെയ്യുക. ഒന്നുകൂടി ഒരു കോട്ട് പ്രൈമറും കൂടി വരും ഷേപ്പിങ് ചെയ്തിട്ട്. അപ്പോൾ അത് ഏകദേശം വർക്കിംഗ് ഈ ഒരു ലെവലായി. മഹേന്ദ്ര സ്കോർപ്പിയോ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഇത് കൺവേർട്ടിന് വന്ന വണ്ടിയല്ല, പുതിയ മോഡലിലേക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ പാർട്സ് ഇത്തിരി എക്സ്പെൻസീവാണ്. പിന്നെ കുറഞ്ഞ പാർട്സും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും സെക്കൻഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സിലാണ്. അതുപോലെ ഇതൊരു സെന്ന് വേറൊരു ഗ്യാരേജിൽ ചെയ്തിട്ട് നമ്മളുടെ ഇവിടെ വന്നിട്ട് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈമർ കഴിഞ്ഞു. ഇപ്പോൾ ഡോട്ട് പുട്ടിങ് കാര്യങ്ങളെല്ലാം ഇട്ട് ഫിനിഷിങ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഭയങ്കര മങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ബഫ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് പെയിൻറ്റിങ്ങും കൺവേർഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെന്നിങ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡെന്നിങ് വർക്കുകളൊക്കെ ക്ലിയർ ചെയ്തു. 30 ലെവലായൊന്നുണ്ടായുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ അതെ ബോഡിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ബാക്ക് ഡിക്കി അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഷേപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു.
അപ്പോൾ അതും തട്ടി ക്ലിയർ ചെയ്തു. ഇവിടെ ശരിക്കും ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഡോറ്, അപ്പോൾ അത് പുറത്തേക്ക് തട്ടിയെടുക്കുക ചെയ്തിരിക്കുന്നത്. പിള്ളേരൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല, നമ്മൾ ബാക്കിൽ വെച്ച് തട്ടിയെടുക്കുക ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെ, ഡിസൈറും ബൂത്തിലെത്തി. പ്രൈമർ കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബൂത്തിൽ റെഡി ആയ വണ്ടി. അതായത് പക്ഷേ നമുക്ക് ഈ ഒരു സൈഡിലെ ഫെൻഡർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഡാമേജാണ്. എന്തായാലും പ്രൈമർ അടിച്ച് കുറച്ച് ക്ലിയർ ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ഗാരേജിൽ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ പൂണ്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ അതായിരിക്കും. പൂണ്ടോൻ്റെ ഫുൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ട് വണ്ടി നാളെ ഡെലിവറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് അതായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈർ പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അതിൻ്റെ വീഡിയോ തന്നെയാണ്. അതിൻ്റെ ഇത് വരുന്നതാണ്. ഇന്നോവ സിൽവർ കംപ്ലീറ്റ് ആയിട്ട് ആയോണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. റിസ്റ്റോറേഷൻ ചെയ്യുന്ന എല്ലാ വണ്ടികളിലും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.